ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് എനിക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മിസ് സാന. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഡെയിലി വന്നിട്ട് എൻ്റെ ലുഐ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളായിട്ട് എന്തിനാണ് ഷെയർ ചെയ്യുന്നുള്ളത്. ഇപ്പം നിൽക്കുന്ന എന്നെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പാസ്റ്റിൽ ഞാൻ ആരായിരുന്നു എന്നും ഏതൊക്കെ വഴിയിലൂടെയാണ് ഞാൻ കടന്നു വന്നതെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പാസ്റ്റും നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. ഞാനീ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് അടിപൊളിയല്ലേ. എല്ലാവരെ പോലെ തന്നെ ഞാനും ചിന്തിച്ചൊരു കാര്യമാണ്, യു എയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം, ആ കാര്യങ്ങൾ ചെയ്യാം, നമ്മളെ ലൈഫ് കുറച്ചുകൂടി അടിപൊളിയാക്കാം. ഒക്കെ വെറുതെ അവിടെ ഉണ്ട്. നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടില്ല, ഓല് നമ്മളെ സഹായിക്കുമല്ലോ എന്നുള്ളത്. എന്നാൽ അത് വെറും നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളും നമ്മളെ സഹായിക്കില്ല, എല്ലാവരും സെൽഫിഷാണ്. ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സങ്കടം വരും. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിവിടെ വന്ന ടൈമിൽ എൻ്റെ സാലറി എന്ന് പറയുന്നത് 2500 dirhams ആയിരുന്നു. ആ ഒരു സാലറി തന്നെ എൻ്റെ ട്രാവൽ എക്സ്പെൻസും അക്കോമഡേഷനും എൻ്റെ ഫുഡും ഒക്കെ എനിക്ക് കവർ ചെയ്യണമായിരുന്നു. നോർമലി നമ്മൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡ് സ്പേസിന് ഒരു 500-650 ആ ഒരു റേഞ്ചിൽ നമ്മൾ എമൗണ്ട് കണക്കാക്കണം. നമ്മുടെ ഫുഡിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 300 dirhams എങ്കിലും നമ്മൾ മന്ത്ലി ഒരു ഫുഡിന് നമ്മൾ കണക്കാക്കേണ്ടതാണ്. അതും കൂടാണ്ട് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 200 dirhams നമ്മൾ കണക്കാക്കണം. പിന്നെ നാട്ടിലേക്ക് അയക്കേണ്ട പൈസ, ബാക്കിയുള്ള ചിലവുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ്. പിന്നെ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നത്, ഇപ്പോൾ ഒരു മാസമൊക്കെ നിന്ന് കഴിഞ്ഞ് നമുക്ക് സാലറി ഒക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മളെ പെർഫോമൻസ് ഓക്കെ അല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ നൈസായിട്ട് കമ്പനിയിൽ നിന്ന് അങ്ങ് ഒഴിവാക്കും. ആ ടൈമിലാണ് നിങ്ങൾ ശരിക്കും പെടാൻ പോകുന്നത്. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ടുള്ള ആളുകളോട് പോയിട്ട് ചോദിക്കുക, നമ്മൾ പെർഫോമൻസ് എങ്ങനെയാണ്, ഓക്കെ ആണോ, നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പേഴ്സണലി പോയിട്ടൊന്ന് അറിഞ്ഞു വെക്കുക. അല്ലാണ്ട് നിങ്ങൾ പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 1.5 month ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും പണി കിട്ടും. ലാസ്റ്റ് 2 months വിസയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അവർ പറയുക നിങ്ങളെ പെർഫോമൻസ് ഒന്നും ഓക്കെ അല്ല, നിങ്ങൾ വേറെ കമ്പനി നോക്കിക്കോ, നിങ്ങൾ വേറെ ജോലി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ നിങ്ങളെ വിസ അവർ അടിച്ചു തരുന്നതായിരിക്കും. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകും. എന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് എക്സ്പെക്റ്റേഷനും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. വരുന്ന ടൈമിൽ തന്നെ എല്ലാം മനസ്സിൽ കണക്കാക്കി എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഫേസ് ചെയ്യുമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ മാത്രം വരിക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.